എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിലേക്ക് ദീപകിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആ അരക്ഷിതാവസ്ഥയെ മുറിച്ചു കിടക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിനെ കൊളുത്തി വലിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം പരിപൂർണമായി ഒറ്റപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം തന്നെ അടയുന്ന ഒരു സാഹചര്യമാണ്. ജിമ്മിലേക്ക് ആൾക്കാർ വരുന്നില്ല. സ്വന്തം അമ്മയെപ്പോലും പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് ആൾക്കാർ എത്തിയിരിക്കുന്നു. ഒരു ദരിദ്രയായ ഒരു സ്ത്രീയെ ഒരു ചായക്കട നടത്തുമ്പോൾ ആ ചായക്കടയിൽ വന്നിട്ട് ബഹളം വെക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ദീപകിനോടൊപ്പം ആ കോട്ട്ദ്വാറിലെ തെരുവിലൂടെ നടന്നത്. അദ്ദേഹത്തിൻ്റെ ജിമ്മിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുത്തത്. പക്ഷെ അതിനുശേഷം അത്ഭുതകരമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ 25 മുതിർന്ന അഭിഭാഷകർ ഇതിനകം തന്നെ മെമ്പർഷിപ്പ് എടുത്തു. ഒരുപാട് പേര് എനിക്ക് തന്നെ ഫോണിൽ വരുന്ന, അല്ലെങ്കിൽ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന, അല്ലെങ്കിൽ പലരിലൂടെയും അന്വേഷിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2000 പേരെങ്കിലും ദീപകിൻ്റെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സന്നദ്ധരാണ്. പക്ഷേ ദീപകിന് അങ്ങനെ ഒരു മെമ്പർഷിപ്പിന് വേണ്ട എന്നുള്ളതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. എന്താ കാരണം എന്നാൽ കഴിഞ്ഞ ദിവസം പോലും അവിടേക്ക് ഒരു മാർച്ച് നടന്നു. ഈ പറയുന്ന തീവ്ര സംഘടനകൾ ഹിന്ദു വിശ്വാസം സംരക്ഷിക്കാനെന്ന പേരിൽ അങ്ങോട്ട് മാർച്ച് ചെയ്തു. ഒരു കലാപരൂക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ദീപകിൻ്റെ തല വെട്ടുകയാണെങ്കിൽ 5.5 ലക്ഷം രൂപ സമ്മാനമായി കൊടുക്കാമെന്ന് ഒരാൾ പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പല രൂപത്തിലുള്ള ഭീഷണികളും അസഭ്യങ്ങളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ദീപകിനോട് കൈകോർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. ഈ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെന്ന് പറയുന്നത് അവർ കേവലം ജിമ്മിലെ മെമ്പർഷിപ്പ് മാത്രമല്ല, അതായത് ദീപകിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ നിയമസഹായം വേണമെന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായും സൗജന്യമായും നൽകാൻ തയ്യാറാണെന്ന് അവർ ദീപകിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും ഈ പറയുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്ധകാരം നിറയുമ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശകിരണമായിട്ട് ദീപക്, അദ്ദേഹത്തിന് തന്നെ ഭാഷയെ പറഞ്ഞാൽ മുഹമ്മദ് ദീപക് മാറുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു. യാതൊരു ചർച്ചകളും ഇല്ലായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അങ്ങനെ മൊത്തത്തിൽ അവസാനിക്കണം ആദ്യഘട്ടം. ഇനി രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് നടത്തിക്കൊണ്ടു പോകാൻ സർക്കാരിന് ആഗ്രഹമില്ല. ഇന്നിപ്പോൾ രാജ്യസഭ വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പം ഉച്ചയ്ക്ക് ശേഷം സ്വകാര്യ അംഗങ്ങളുടെ കാര്യപരിപാടിയാണ്, പ്രമേയങ്ങളുടെ മുകളിലുള്ള ചർച്ചയാണ്. പക്ഷേ അത് ഏകപക്ഷീയമായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു അങ്ങനെ ഒരു ചർച്ച വേണ്ട എന്നുള്ളത്. ചില വാക്കുകൾ പാർലമെൻറ്റിൽ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ എപ്സ്റ്റൈൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇൻഡോ US കരാറിനെക്കുറിച്ച് നമ്മൾ മിണ്ടാൻ പാടില്ല. പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം നടത്താൻ പാടില്ല. അങ്ങനെ പാർലമെൻറ്റിൻ്റെ സംവാദ തലം അനുദിനം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഏതെങ്കിലും കാരണം മുന്നോട്ട് വെച്ച് പാർലമെൻറ്റിലെ നടപടികളെ തടസ്സപ്പെടുത്തണമെന്നുള്ള ഒരു പ്രത്യേക ധാരണയോട് കൂടിയിട്ടാണ് കേന്ദ്ര ഭരണകക്ഷി മുന്നോട്ട് പോകുന്നത്. അതിൽ സ്പീക്കറെ പോലും കരിയാക്കി. പ്രധാനമന്ത്രി ലോകസഭയിൽ വന്നു കഴിഞ്ഞാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമെന്ന് പോലും പറയുകയാണ്. അതായത് പാർലമെൻറ്റിലെ അംഗങ്ങളെപ്പോലും BJPക്ക് വിശ്വാസമില്ല. എന്ത് സുരക്ഷാ പ്രശ്നമാണുള്ളത്? അപ്പോൾ ഇതുപോലുള്ള വ്യാജമായിട്ടുള്ള നിർമ്മിതികളിലൂടെ പാർലമെൻറ്റിനെ പരിപൂർണമായും സ്തംഭിപ്പിക്കുക. പിന്നെ ബജറ്റ് കാൽ കാശിന് കൊള്ളില്ല എന്നുള്ള കാര്യം അവർക്കും ബോധ്യമായി. അതുകൊണ്ടാണ് ഈ ബജറ്റ് സമ്മേളനം ഇതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് അവസാനിച്ചാൽ മതിയെന്ന് അവർ ചിന്തിക്കുന്നത്. ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് വകുപ്പുകൾ തിരിച്ചുള്ള ചർച്ചയാണ്. ഞങ്ങൾ മുമ്പോട്ട് വെച്ച ചില വകുപ്പുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടോടെ പറഞ്ഞു, വാണിജ്യം, വ്യവസായം, വിദേശകാര്യം, ഗ്രാമീണ മേഖല, ഇതേക്കുറിച്ച് ചർച്ച ചെയ്യണം, ഈ വകുപ്പുകളെക്കുറിച്ച്. പക്ഷേ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന കാരണം അത് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വ്യാപാര കരാറുകളെക്കുറിച്ചുള്ള ചർച്ച നടക്കും. വിദേശകാര്യ വകുപ്പ് ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഈ പറയുന്ന ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന അഴകുഴമ്പൻ നയത്തെക്കുറിച്ചുള്ള ചർച്ച അവിടെ സൃഷ്ടിക്കും.
അപ്പോൾ ഇതുകൊണ്ട് ആ വകുപ്പുകളൊന്നും ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ലെന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷവുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു സഹകരണത്തിനും ഗവൺമെൻറ് തയ്യാറല്ലെന്ന് മാത്രമല്ല, പാർലമെൻറ്റ് എന്നുള്ള ഒരു സ്ഥാപനത്തോടുള്ള BJPയുടെ ഒരു വൈമുഖ്യം പ്രകടമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്.